കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് വധക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. BJP RSS പ്രവർത്തകരായ 9 പേരാണ് കേസിൽ പ്രതികൾ. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ചൊവ്വാഴ്ച ശിക്ഷ വിധിക്കും. 2005 ഒക്ടോബർ 3 കൊലപാതകം. സുനിൽ ഐസക് വിവരണം അയച്ചിരുന്നു. സുനിൽ, ഏതാണ്ട് 20 വർഷത്തിന് ശേഷമാണ് ഈ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. എന്തുകൊണ്ടാണ് ഈ വിചാരണ വൈകിയത്? 19 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കണ്ണപുരത്തെ അരക്കൻ വീട്ടിൽ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി റൂബിനി കെ ജോസഫ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. BJP RSS പ്രവർത്തകരായ 10 പേരായിരുന്നു കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത്. കേസിലെ 3-ാം പ്രതിയായിട്ടുള്ള അജേഷ് ഒരു അപകടത്തിൽ ഇതിനിടെ മരിച്ചിരുന്നു. കണ്ണപുരം ചുണ്ടയിലെ VV സുധാകരൻ, ജയേഷ്, രഞ്ജിത്ത്, അജീന്ദ്രൻ, അനിൽകുമാർ, രാജേഷ്, ശ്രീജിത്ത്, ശ്രീകാന്ത്, ഭാസ്കരൻ എന്നിവരാണ് പ്രതികൾ. 2005 ഒക്ടോബർ 3 രാത്രി ഏതാണ്ട് 7:45 തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന റിജിത്തിനെ കൊലപ്പെടുത്തുകയും ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നികേഷ്, വികാസ്, വിമൽ എന്നിവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. എന്തായാലും പരിക്കേറ്റ നികേഷിന്റെ പരാതിയിലാണ് കേസെടുത്തത്. അന്നത്തെ വളപട്ടണം ആയിരുന്ന U പ്രേമരാജനായിരുന്നു അന്വേഷണ ചുമതല. പ്രതികൾ ഇപ്പോൾ വാദികൾക്ക് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VP ശശീന്ദ്രൻ ഹാജരായിരുന്നു. എന്തായാലും വിധി പറയുന്നത് 7-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കേസിൽ 7 പ്രതികളും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ആദ്യത്തെ 5 പ്രതികൾക്ക് ആയുധം സൂക്ഷിച്ച ആ വകുപ്പ് കൂടി അവർക്ക് ചുമത്തിയിട്ടുണ്ട്. എന്തായാലും കേസിൽ വിധി പറയുന്നത് 7-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കേസിന്റെ വിചാരണ വേളയിൽ പലതവണ മേൽക്കോടതിയെ സമീപിക്കുകയും പ്രതികൾ മേൽക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പലപ്പോഴും വിചാരണ നീണ്ടുപോയത്. അതേ തുടർന്നാണ് ഏതാണ്ട് 19 വർഷത്തിന് ശേഷം ഇപ്പോൾ കേസിന്റെ വിധി പുറത്തു വരുന്നത്. ശരി സുനിൽ.